ഇന്നിപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. മഗ്‌രിബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോള് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അധിക ദിവസങ്ങളിലും ഞാൻ ലഞ്ച് ബോക്സ് സ്നാക്സൊക്കെ അപ്പം തന്നെ കഴുകി വെക്കാറാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് ബിസിയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി എടുക്കുന്നത്. പിന്നെ അവൾ വന്ന പാട് ഞാൻ ദോശ ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. വേഗം അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു പൈപ്പിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പാത്രം കഴുകൽ കുറച്ചധികം ടൈം എടുത്തിട്ടേ കഴിയുള്ളൂ. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പൈപ്പാണ് കേട്ടോ. ഏകദേശം ഒരു 2-3 മാസമായിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് കംപ്ലൈൻ്റ് ആയി. ഞാൻ മുമ്പ് എൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഇനിയിപ്പോൾ പയറൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. സോറി കേട്ടോ, ബീൻസ് നമുക്ക് ഡിന്നറിനേക്ക് കഴിക്കാനായിട്ട് നല്ല അയില മുളക് ഇട്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബീൻസ് എടുത്തിട്ട് അരിയാണ്. ഉച്ചത്തേക്ക് ഞാനും ഈസും മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ വെറും മീൻ കറിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങ് കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഡിന്നറിനേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബീൻസ് എടുത്തിട്ട് അരിയുന്നത്. നല്ല ഇളയ ബീൻസ് ആയിരുന്നു കേട്ടോ. അരിഞ്ഞെടുക്കാനും നല്ല ഉഷാറായിരുന്നു. ആദ്യമൊക്കെ ഈ ഒരു വെജിറ്റബിൾസ് അരിയാനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു മേഖലയിൽ തന്നെ പ്രവർത്തിച്ച് വരുന്നത് കൊണ്ട് പ്രോ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ അരിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി വേഗം ഉപ്പേരി വെച്ചെടുക്കുകയാണ്. ഇന്നിപ്പോൾ ഉപ്പേരിയിൽ തേങ്ങയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെ തേങ്ങ ഒന്നും വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അതെല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ പിന്നെ വേഗം ഉപ്പേരിയൊക്കെ ഒന്ന് സെറ്റാക്കാണ്. ജസ്റ്റ് കടുക് വറുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഉപ്പും കൂടെ ഇട്ട് വെച്ചിട്ട് അങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ച് മാറ്റി വെക്കുകയാണ്. ആ ഒരു ടൈമിൽ ഇന്നലെ വെച്ച മീൻ കറി ആയിരുന്നു കേട്ടോ നമുക്ക് ഇന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇന്നലെ വാങ്ങിച്ച മീനിൽ നിന്ന് ഞാനൊരു 4 എണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് 4 പേർക്കും വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചു. അതിൻ്റെ ഇടയിലൂടെ ഈ ഒരു പരിപാടിയും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. സ്കൂളുള്ളത് കൊണ്ട് ഇടയ്ക്ക് അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ വരേണ്ടി വരലുണ്ട്. ഇനിയിപ്പോൾ ഈ ഇയറിൽ ഇസുവിനെ ചേർത്തേണ്ടതുകൊണ്ട് ഞാൻ അധികം അവളെ ഒറ്റയ്ക്ക് ഇരുത്തി തന്നെയാണ് കേട്ടോ പഠിപ്പിച്ച് കൊടുക്കാറുള്ളത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സപ്പോർട്ടാക്കാറുള്ളൂ. പിന്നെ ഉപ്പേരിയൊക്കെ വെന്തതിന് ശേഷം മീൻകറി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനും കൂടെ ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കിച്ചണിലെ പരിപാടികൾ ഏകദേശം അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഐറ്റംസൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു മീൻ മറിച്ചിടൽ പരിപാടി എനിക്ക് റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ. എങ്ങനെയാണെങ്കിലും ഒന്നെങ്കിലും ഒന്ന് പൊട്ടിപ്പോവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മക്കൾക്കുള്ള ഫുഡും കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ.